വെനീർ പൂവിലാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ വീണ്ടും കയറിക്കൂടാനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒന്നും അത്ര ഫലം കാണുന്നില്ല. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ആ കടുത്ത തീരുമാനം അറിയിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്രുതിയെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണം, അവനെയും അവളെയും രണ്ടാക്കണമെന്നുള്ള ആ ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴും ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട, ഞാൻ കണ്ടെത്തിയ മരുമകളാണ്, എനിക്കറിയാം എന്ത് ചെയ്യണം, എന്നെങ്ങനെ ചെയ്യണമെന്നൊക്കെ. എന്നെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ തൻ്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രുതിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ശ്രുതിയെ ഒറ്റയ്ക്ക് പോലും ഷോറൂമിലേക്ക് നമ്മുടെ ചന്ദ്രമതി വിടുന്നില്ല. ചന്ദ്രമതിയും പോകുന്നുണ്ട്. കാരണം അറിയാം, തൻ്റെ മകനെ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് ചന്ദ്രോദയത്തിലേക്ക് കയറിക്കൂടാനായിട്ട് സുഗമമായിട്ട് സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിയും പോകുന്നു. അപ്പോൾ ശ്രുതിയുടെ കാല് പിടിച്ച് ശ്രുതിയാണെങ്കിൽ അകത്ത് കയറാൻ നോക്കുമ്പോൾ, എന്താടി നീ ചെയ്യുന്നത്, മാറിക്കടി, നിന്നെ എൻ്റെ മോന് വേണ്ടടി എന്ന് പറഞ്ഞ് ആ വെടിയിട്ട് ചന്ദ്രമതി എന്ത് ചെയ്യുന്നു, ശ്രുതിയെ തല്ലുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ആവശ്യമില്ല, നീ എന്നെ ഒരുപാട് കള്ളം പറഞ്ഞ് പറ്റിച്ചു, അതൊക്കെ എന്തിനാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിന്നെ അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ എന്ന് കണ്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.